ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ 6th മൊഡ്യൂളിലെ ക്യാഡ് ക്യാം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് അതിൻ്റെ ക്യാഡ് എന്താണ്, ക്യാം എന്താണെന്ന് ആദ്യം നോക്കാം. ക്യാഡ് എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനാണ്. ക്യാം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് ആണ്. ആ വേർഡിൽ നിന്ന് തന്നെ അതിൻ്റെ മീനിങ് കിട്ടും. എന്താണ് ക്യാഡ്, എന്താണ് ക്യാം. ഡിസൈനിലും മാനുഫാക്ചറിങ്ങിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതാണ് ശരിക്കും ക്യാഡെന്നും ക്യാം എന്നും പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നോളജി കൺസേൺഡ് വിത്ത് ദി അപ്ലിക്കേഷൻ ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ടു പെർഫോം സർട്ടൈൻ ഫങ്ഷൻസ് ഇൻ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്. അതായത് ഡിസൈൻ പ്രോസസ്സ്, ഒരു കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യണം. ആദ്യ സ്റ്റേജ് എന്താണ്? അത് ഡിസൈൻ ചെയ്യണം. അതിനുശേഷം മാത്രമേ അതിന് മാനുഫാക്ചറിങ്ങിലോട്ട് പോകുന്നുള്ളൂ. ആ ഡിസൈൻ സ്റ്റേജിലും മാനുഫാക്ചറിങ് സ്റ്റേജിലും കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യുന്നതാണ് ക്യാഡ് ക്യാം ടെക്നോളജി എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, CAD. CAD may be defined as any design activity that involves effective use of computer to create and modify engineering design. This include creating computer model, that is 3D model of physical component, analysis of the design using analysis software, modification based on analysis and presentation of final design. CAD process mainly involves geometric modeling, engineering analysis, design review and evaluation and automated drafting. CAD എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ ഫേസിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിനാണ് CAD എന്ന് പറയുന്നത്. ഓക്കെ, എൻജിനീയറിംഗ് ഡിസൈൻസ് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നതാണ് CAD എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ അനാലിസിസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് അനാലിസിസിൽ എന്തെങ്കിലും ഫോൾട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസൈൻ മോഡിഫൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എവിടെ വരുന്നത്? CADൽ വരുന്നത്. CADലെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ജിയോമെട്രിക് മോഡലിംഗ്, എഞ്ചിനീയറിംഗ് അനാലിസിസ്, ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ്. അടുത്ത സ്റ്റെപ്സ് ഇൻ CAD പ്രോസസ്സ്. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? കംപ്ലീറ്റ് ഡിസൈൻ പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. CAD മാത്രമല്ല, എൻ്റയർ ഡിസൈൻ പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. ആ ഡോട്ടഡ് റെക്റ്റാങ്കിൾ കാണിച്ചിരിക്കുന്നതാണ് CADൽ വരുന്ന സ്റ്റെപ്സ്. ഓക്കെ, നോർമൽ ഡിസൈൻ പ്രോസസ്സിൽ വരുന്നതൊക്കെ ഏതൊക്കെയാണ്? റെക്കഗ്നിഷൻ ഓഫ് നീഡ്, പ്രോബ്ലം ഡെഫിനേഷൻ ആൻഡ് സിന്തസിസ്, ജിയോമെട്രിക് മോഡലിംഗ്, എഞ്ചിനീയറിംഗ് അനാലിസിസ്, ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ, ഓട്ടോമേറ്റഡ് ഡ്രാഫ്റ്റിംഗ്. ഇതിൽ CADൽ വരുന്നതെന്ന് വെച്ചാൽ ഈ 4 സ്റ്റെപ്സാണ് CADൽ വരുന്നത്. ഓക്കെ, ഇതിൽ ഓരോ സ്റ്റെപ്സും നോക്കാം. ഫസ്റ്റ് വൺ, recognition of need. It may be perception of a new product or modification of current product to meet the requirement. ഏതൊരു ഡിസൈൻ പ്രോസസ്സിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നീഡ് റെക്കഗ്നിഷൻ ആണ്. അതായത് എന്താണ്? ഒന്നിക്കൽ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഒന്നിക്കൽ ഒരു പുതിയ പ്രൊഡക്റ്റ് വേണ്ടി വരും. ഓക്കെ, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ തന്നെ നമ്മളെ ആ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് റെക്കഗ്നിഷൻ ഓഫ് നീഡ് എന്ന് പറയുന്നത്. അതൊന്നിക്കൽ എന്താവാം? നമ്മളെ ഒരു നീഡ് മീറ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു എക്യുപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻസ് ആവാം. ഇത് രണ്ടിനും നമ്മളെ ഒരു നീഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ഓഫ് നീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ പ്രോബ്ലം ഡെഫിനിഷൻ ആൻഡ് സിന്തസിസ് ആണ്. പ്രോബ്ലം ഡെഫിനിഷൻ ഇൻവോൾവ്സ് ജനറേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻസ് ഓഫ് ദി പ്രൊഡക്റ്റ്. സിന്തസിസ് ഇൻവോൾവ്സ് കൺസെപ്ച്വൽ ഡിസൈൻ ഓഫ് ദ പ്രൊഡക്റ്റ് ഫ്രം വേരിയസ് ഐഡിയാസ് ഓഫ് സിമിലർ പ്രൊഡക്റ്റ് ഇൻ യൂസ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഓക്കെ, നീഡ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിനെന്താണ്? ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതായത് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രെയിൻസ്, ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റുകയാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു കാര്യം കൂടിയുണ്ട്, സിന്തസിസ്. സിന്തസിസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫാബ്രിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, കൺസെപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാണ്. ആ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഐഡിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നീഡ് മീറ്റ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് കമ്പോണൻസ് ഉണ്ടാവും. അതിനൊക്കെ കമ്പയർ ചെയ്തിട്ട് ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ സിന്തസിസ്. സിന്തസിസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഫാബ്രിക്കേഷൻ അല്ല, ഐഡിയ ഉണ്ടാക്കിയെടുക്കലാണ് സിന്തസിസിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിലത്തെ തേർഡ് വൺ ജിയോമെട്രിക്കൽ മോഡലാണ്. ഓക്കെ, കമ്പോണൻറ്റിനെ പറ്റിയിട്ട് കറക്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതിനെന്ത് ചെയ്യും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? മോഡൽ ചെയ്യും.
During the process of geometric modeling, the computer converts various commands given in the CAD software into mathematical model, store them as files, and finally display them as image. Geometric modeling method employed in present CAD system is solid modeling in 3 dimension. ഇവിടെ എന്താ ചെയ്യുന്നത്? ശരിക്കും ജോമെട്രിക് മോഡലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് കമാൻഡ്സ് കൊടുക്കും. ആ കമാൻഡ്സ് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യും, പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് എന്താണ്, നമുക്ക് ആ കമ്പോണൻറ്റിനെ സോളിഡ് മോഡലിംഗ് ഉപയോഗിക്കുന്നെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ജോമെട്രി നമ്മളെ ടെർമിനലിൽ കമ്പ്യൂട്ടർ കാണിച്ചു തരും. അതാണ് ജോമെട്രിക് മോഡലിങ്ങിൽ ചെയ്യുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് അനാലിസിസ് ആണ്. ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു ജോമെട്രിക് മോഡലിംഗ് കഴിഞ്ഞാലും അത് ഡയറക്റ്റ് മാനുഫാക്ചറിങ്ങിലേക്ക് ഒരിക്കലും പോകില്ല. കാരണം ആ ഡിസൈൻ ചെയ്ത സാധനത്തിന് അനലൈസ് ചെയ്യണം. ആ കമ്പോണൻറ്റിനെ അനലൈസ് ചെയ്തിട്ട് അതിന് മിസ്റ്റേക്സ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ അതിനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. മിസ്റ്റേക്സ് മാത്രമല്ല, അതിന് ഒരു സ്റ്റേജും കൂടി ഉണ്ട് ഡിസൈൻ റിവ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് എഞ്ചിനീയറിംഗ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇൻ എഞ്ചിനീയറിംഗ് അനാലിസിസ് എ തറോ to get information about stress strain relationship, heat transfer and fluid dynamic characteristics etc. by using analysis software. ജോമെട്രിക് മോഡലിംഗ് നമ്മൾ ചെയ്യുന്നത് മോഡലിംഗ് സോഫ്റ്റ്വെയറിലായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ആ കമ്പോണൻറ്റിനെ അനാലിസിസ് സോഫ്റ്റ്വെയറിലോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും. ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണെന്ന് പഠിക്കും. ഓക്കെ, ഇൻ കേസ് ഏതെങ്കിലും ആ എൻ്റയർ കമ്പോണൻറ്റ് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡിസൈൻ എന്താണ്, ഡിസൈനിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതിനെ റീഡിസൈൻ ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ജോമെട്രിക്കൽ മോഡലിംഗ് വരുന്നത് എഞ്ചിനീയറിംഗ് അനാലിസിസിലേക്കാണ്. ഇൻ കേസ് അനാലിസിസിൽ എന്തെങ്കിലും ഫെയിലിയർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, തിരിച്ചിട്ട് ജോമെട്രിക് മോഡലിങ്ങിലോട്ട് തന്നെ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ കമ്പോണൻറ്റിനെ മോഡൽ ചെയ്യണം. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ ആണ്. ഡിസൈൻ റിവ്യൂ ഇൻവോൾവ്സ് മെയിൻലി വെരിഫൈയിങ് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്റ്റ്. വൺ കൺസിഡറേഷൻ ഈസ് ഇൻ്റർഫേസ് ചെക്കിംഗ് ഓഫ് അസംബ്ലി വിത്ത് ഡിസൈൻഡ് ടോളറൻസ്. ഓക്കെ, ഇനി കമ്പോണൻറ്റ് മോഡൽ ചെയ്തു, അനാലിസിസും ചെയ്തു. ഈ രണ്ട് സ്റ്റേജിലും ഓക്കെയാണ്. അടുത്ത സ്റ്റേജിൽ എന്താണ്, ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷനാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രോബ്ലം ഡെഫിനേഷൻ സ്പേസിൽ അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതായത് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് കൺസ്ട്രെയിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതും നമ്മളെ ഡിസൈനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഓക്കെ, റിവ്യൂവിൽ വെച്ചാൽ ആ പ്രോബ്ലം ഡെഫിനേഷൻ ഫേസിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ ഡിസൈൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എവിടെ നോക്കും, ഡിസൈൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷനിൽ നോക്കും. അത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് പോകും. അല്ലെങ്കിൽ എങ്ങോട്ട് പോകും, എഗെയിൻ ജോമെട്രിക് മോഡലിങ്ങിലോട്ട് പോയിട്ട് കമ്പോണൻറ്റ് റീഡിസൈൻ ചെയ്യും. 6th വൺ എന്ന് പറയുന്നത് ഓട്ടോമാറ്റഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേഷൻ ഓഫ് ഹാർഡ് കോപ്പി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഡയറക്ട്ലി ഫ്രം CAD ഡാറ്റാബേസ്. അതായത് 3D മോഡൽ തന്നെ ഡയറക്റ്റ് 2D ഡ്രോയിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓട്ടോമാറ്റഡ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് CAD. ഫസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് ഡിസൈൻ ക്വാളിറ്റി. സെക്കൻഡ് വൺ, ഷോർട്ടർ ലീഡ് ടൈം ആൻഡ് ലോവർ ഡിസൈൻ കോസ്റ്റ്. ലീഡ് ടൈം എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ലീഡ് ടൈം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഡിസൈൻ പ്രോസസ്സൊക്കെ ക്വിക്കായിട്ട് നടക്കും. ആ ലീഡ് ടൈം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറക്കാനാവും. തേർഡ് വൺ, ഇംപ്രൂവ്ഡ് ഡിസൈൻ അനാലിസിസ്. കാരണം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. വേരിയസ് ആസ്പെക്ട്സ് എന്ത് ചെയ്യുക, എക്സ്പെരിമെൻ്റലല്ല ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇൻപുട്സൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് ഡിസൈൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഫോർത്ത് വൺ, ലെസ്സർ ഡിസൈൻ എറേഴ്സ്. ഫിഫ്ത്ത് വൺ, ഈസി ടു മോഡിഫൈ ദ ഡിസൈൻ ആസ് പെർ കസ്റ്റമർ റിക്വയർമെൻറ്റ്. 6th one, standardized documentation and drafting. 7th one, easier visualization. 8th one, create database for manufacturing. ആ 8th പ്രോസസ് ഇത് അഡ്വാൻറ്റേജ് അതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനും കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്ങിന് ലിങ്ക് ചെയ്യിക്കുന്നത്. അതായത് മാനുഫാക്ചറിങ്ങിന് ആവശ്യമായ ഡാറ്റാബേസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, CAD-ൽ പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്തത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്, CAM. CAM may be defined as the use of computer system to plan, manage and control the operations of manufacturing plant. The component geometry developed through the use of CAD can be used to generate manufacturing instruction for tool design, NC part programming, process planning and scheduling, process control, inspection, etc. CAD/CAM technology is moving in the direction of greater integration and interaction of design and manufacturing. CAM എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ്
മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസൈനാണ്. ഇനി മാനുഫാക്ചറിങ്, അതായത് കമ്പോണൻറ്റിൻ്റെ ഫിസിക്കൽ ഫാബ്രിക്കേഷൻ സ്റ്റേജ്. ആ സ്റ്റേജിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഇത് മാനുഫാക്ചർ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ CAD ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിൽ തന്നെ എന്ത് കിട്ടും? അതായത് കമ്പോണൻറ്റിൻ്റെ 3D ഡാറ്റ ഒക്കെ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടതിൻ്റെ പാർട്ട് പ്രോഗ്രാമൊക്കെ അതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ദ കമ്പോണൻറ്റ് ജിയോമെട്രി ഡെവലപ്ഡ് ത്രൂ ദ യൂസ് ഓഫ് CAD ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് മാനുഫാക്ചറിങ് ഇൻസ്ട്രക്ഷൻ ഫോർ ടൂൾ ഡിസൈൻ. അതായത് ആ CAD ഡാറ്റാബേസ് വെച്ചിട്ട് തന്നെ ടൂൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പാർട്ട് പ്രോഗ്രാമിങ് ചെയ്യുക, അതായത് പ്രോസസ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ് ചെയ്യുക, പ്രോസസ് കൺട്രോൾ ചെയ്യുക, ഇൻസ്പെക്ഷൻ ചെയ്യുക. അതായത് ഒരു മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? ആ CAD ഡാറ്റാബേസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. CAD/CAM ടെക്നോളജി ഈസ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്രേറ്റർ ഇൻ്റഗ്രേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്. അത് വെച്ചാൽ ഇത് രണ്ടും CADും CAMും എന്താണ്? പരസ്പരം റിലേറ്റഡ് ആണ്. CAMന് എന്ത് വേണം? ഒരു ഡിസൈൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ റിക്വയർഡ് ആണ്. ഓക്കെ, അത് രണ്ടും എന്താണ്? ഇപ്പം ഗ്രേറ്റർ രണ്ട് ടെക്നോളജിയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് മാനുഫാക്ചറിങ് ഇപ്പോൾ ചെയ്യുന്നത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് CAM. ഫസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് മെഷീൻ യൂട്ടിലൈസേഷൻ ബൈ റെഡ്യൂസിങ് സെറ്റപ്പ് ടൈം. സെക്കൻഡ് വൺ, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി വിത്ത് കോൺസ്റ്റൻറ്റ് ക്വാളിറ്റി. തേർഡ് വൺ, ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഫോർത്ത് വൺ, ഷോർട്ടർ മാനുഫാക്ചറിങ് ലീഡ് ടൈം. ഓൾറെഡി പറഞ്ഞതാണ് എന്താണ് ലീഡ് ടൈം എന്ന് വെച്ചാൽ, ഈ ഡിസൈനും മാനുഫാക്ചറിങ്ങിനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ട്രഡീഷണലി ചെയ്യുന്നതിനെക്കാട്ടും വളരെ പെട്ടെന്ന് എന്താണ് കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ലീഡ് ടൈം കുറയുന്നത്. ഫിഫ്ത്ത് വൺ, റെഡ്യൂസ്ഡ് സ്ക്രാപ്പ് ആൻഡ് റീവർക്ക്. ഇവിടെ എന്താണ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് എറർ കുറവായിരിക്കും, സ്ക്രാപ്പ് കുറവായിരിക്കും, റീവർക്ക് കമ്പോണൻറ്റിൽ റീവർക്കിൻ്റെ ആവശ്യമൊന്നും വരുന്ന പോലും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് CAMൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.